പാത്തുവിന്റെ എല്ലാ വർഷത്തെ പിറന്നാളിനും ഒന്ന് വീട്ടിൽ പോകണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമുള്ള കാര്യമാണ്. എല്ലാ വർഷവും ഞാനത് ചെയ്യാറുണ്ട്. അവരുടെ ഒരു സന്തോഷം. അവളുടെ ഫോട്ടോകൾ ഈ മുട്ടായി ഇനി വീട്ടിൽ അമ്മയ്ക്കും അച്ഛനും കൂടി കൊടുത്താലേ എനിക്കൊരു സമാധാനമാവുള്ളൂ കേട്ടോ. അപ്പൊ ഇതും കൊണ്ട് ഞങ്ങൾ വീട്ടിലോട്ട് എത്തിയേ. അമ്മ ഞങ്ങൾക്ക് വേണ്ടി മക്രോണിയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുവാണ്. പാസ്തയിലൊരു സംഭവം അമ്മ ഭയങ്കര ടേസ്റ്റിലാട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ വേറൊന്നും നോക്കിയില്ല കേട്ടോ. കൈ കിട്ടിയ ഒരു പാത്രത്തിനകത്ത് നേരെ ആദ്യം എടുത്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കൊതിയായിട്ട് വയ്യായിരുന്നു. ഇങ്ങനെ കഴിക്കുവാണ്. പാത്തുവിന്റെ കഴിപ്പിൽ ഇത്തിരി സ്ലോ ആകാൻ കാരണം എന്താന്ന് വെച്ചാൽ ഇത്തിരി എരി കൂടിപ്പോയി കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ പായസം ഉണ്ടായിരുന്നോണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. 2 കപ്പിലിരിക്കുന്നത് പാൽപ്പായസമാണ്. അമ്മ നമ്മൾ വരുമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അവളുടെ ബർത്ത്ഡേ ആയതുകൊണ്ട്. എരി ആയതുകൊണ്ട് ആ എരി ഒന്ന് മാറാൻ വേണ്ടിയിട്ട് അവൾ ലവലോലിക്ക് എടുത്ത് കടിക്കുവാണ്. അതെന്ത് കോമ്പിനേഷൻ ആണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അത് അവൾക്ക് മാത്രം അറിയാവുന്ന കോമ്പിനേഷനാണ്. പിന്നെ പാൽപ്പായസം കുറച്ചെടുത്ത് തൂക്കുപാത്രത്തിലാക്കി. അപ്പോഴത്തേക്ക് ആ പാസ്തയും കുറച്ചെടുത്ത് ടിന്നിലാക്കി. അത് ശീലാണ്. അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, നീ വരുമ്പോഴത്തേക്കും കയ്യിലൊന്നും കാണത്തില്ല, പോകുമ്പോഴത്തേക്കും ഒരു പെട്ടി നിറയെ സാധനമാണെന്നുള്ളത്. ഏകദേശമൊക്കെ സത്യമാണ് കേട്ടോ. പിന്നെ വീട്ടിൽ വൈകിട്ട് വല്യമ്മയുടെ ആണ്ടായിരുന്നേ. അതുകൊണ്ട് അവിടെ വെച്ചാട്ടോ കുടുംബ വീട്ടിൽ വെച്ച കേക്ക് മുറിച്ചത്. അങ്ങനെ എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടി പാത്തുവിന്റെ ലബൂബ് കേക്കൊക്കെ മുറിച്ച് എനിക്കും തന്നെ അവളുടെ വാപ്പാക്ക് കൊടുത്ത് എല്ലാവർക്കും അങ്ങനെ ഷെയർ ചെയ്ത്. ഇന്ന് എന്തായാലും നല്ല അടിപൊളി ദിവസമായിരുന്നു. അപ്പൊ ഇത്രയുള്ളൂ. ബൈ.